വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഇതുവരെയുള്ള എല്ലാ എക്സാമുകളിലും ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുമായി ബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏക സിവിൽ കോഡുള്ള നിലവിലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവയാണെന്ന്. അപ്പോൾ ഉത്തരാഖണ്ഡും കൂടിയും ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളത് കൂടി പഠിച്ചു വെക്കാം കേട്ടോ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇന്ത്യയിലെ പാർലമെൻ്ററി സംവിധാനം ഏത് രാജ്യത്തിനോടാണ് സാദൃശ്യം? ചോദിക്കാറുണ്ട് അല്ലേ? എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും പഠിച്ചിട്ട് പോകാം. ഇന്ത്യയിലെ പാർലമെൻ്ററി സംവിധാനം ഏത് രാജ്യത്തിനോടാണ് സാദൃശ്യമുള്ളത്? ഏത് രാജ്യത്തിനോടാണ്? ബ്രിട്ടനോട് അല്ലേ? ബ്രിട്ടനോട് സാദൃശ്യമുള്ളതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ് സംവിധാനം. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതി ഏതാണ്? അപ്പീൽ കോടതി ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? ആഭ്യന്തര അടിയന്തരാവസ്ഥ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധിയുടെ. ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഏതിലാണ്? ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശിലാണ് അല്ലേ? ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം. സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത്? സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത്? ഗവർണറുടെ പേരിലാണ് അല്ലേ? സംസ്ഥാന ഭരണമാണ്. അപ്പോൾ എന്തെങ്കിലും ആരായിരിക്കും? ഗവർണറുടെ പേരിലായിരിക്കും. 3 ഭരണഘടകങ്ങളുടെ ആസ്ഥാനമായ ഏക ഇന്ത്യ നഗരം ഏതാണ്? 3 ഭരണഘടകങ്ങളുടെ ആസ്ഥാനമായ ഏക ഇന്ത്യ നഗരം ഏതാണ്? ചണ്ഡീഗഡ് ആണ് 3 ഭരണഘടകങ്ങളുടെ ആസ്ഥാനമായ ഏക ഇന്ത്യൻ നഗരം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ലോകസഭാ മണ്ഡലം ഏതാണ്? വിസ്തീർണം കൂടിയത് ലഡാക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ലോകസഭാ മണ്ഡലം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത്? അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ലക്ഷ്യപ്രമേയം അല്ലേ? ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നിയമസഭ ചേരാത്ത സമയങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ആർക്കാണ് അധികാരം? നമ്മൾ ഓർഡിനൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 123ാമത്തെ അനുച്ഛേദമാണല്ലേ. അപ്പോൾ നിയമസഭ ചേരാത്ത സമയങ്ങളിൽ ഈ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഗവർണർക്കാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നത്? എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞില്ലേ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 32-ലാണെന്ന്. അപ്പോൾ ആർട്ടിക്കിൾ 226-ലാണ് ഹൈക്കോടതിയുടെ അനുച്ഛേദം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? ആർട്ടിക്കിൾ 226-ആണ്. അപ്പോൾ എന്താണ് ചോദ്യം? ഭരണഘടനയുടെ ഏതനുച്ഛേദം പ്രകാരമാണ് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നത്? 226 അനുച്ഛേദം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കപ്പെട്ട തീയതി ഏതാണ്? 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6-നാണ് ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുന്നത് അല്ലേ. മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ കണക്ക് നിശ്ചയിക്കുന്നത് ആരാണ്? മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ കണക്ക് നിശ്ചയിക്കുന്നത് ഭരണഘടനയാണ്. 5 തരം റിട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? 5 തരം റിട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 32-ലാണ് അല്ലേ. ആർട്ടിക്കിൾ 32-ലാണ് 5 തരം റിട്ടുകളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ആരാണ്? അഖിലേന്ത്യാ സർവീസ് ആണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും? അഖിലേന്ത്യാ സർവീസ് ആണെന്നുണ്ടെങ്കിൽ നിയമിക്കുന്ന ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പാർട്ടിലാണ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്? 21ാമത്തെ ഭാഗത്തിലായിരുന്നു.
ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ഏത് രാജ്യത്തിന്റെ ഭരണത്തലവനുമായിട്ടാണ് സാധാരണമായി താരതമ്യം ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പാർലമെന്റാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടനുമായിട്ടാണ് സാദൃശ്യമെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ഏത് രാജ്യത്തിന്റെ ഭരണത്തലവനുമായിട്ടാണ് സാധാരണയായിട്ട് താരതമ്യം ചെയ്യുന്നത്? ബ്രിട്ടനുമായിട്ടാണ് കേട്ടോ. ഇന്ത്യൻ പ്രസിഡന്റ് അധികാരം ഏൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? പ്രസിഡന്റ് അധികാരം ഏൽക്കുമ്പോൾ ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അല്ലേ. ഇന്ത്യയിൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ കാലാവധി എത്ര വർഷമാണ്? ഇന്ത്യയിൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്? ഇലക്ഷൻ കമ്മീഷനാണ് അല്ലേ. അപ്പോൾ അത് ആരൊക്കെ ഉണ്ടായിരിക്കും? പാർലമെന്റിലെ സഭകളിലെയും സംസ്ഥാന സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഈ ഒരു ഭാഗം നോക്കി വയ്ക്കുക കേട്ടോ. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് എന്തിലുണ്ടായിരിക്കുള്ളൂ? രാഷ്ട്രപതി തിരഞ്ഞെടുക്കാനുണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ സഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ ഫസ്റ്റ് അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലേ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആദ്യത്തെ അധ്യക്ഷൻ. രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേരെന്താണ്? രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേരെന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലെ നമുക്കറിയാം അല്ലേ. സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ടാണ് രാജ്യസഭ എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് എന്ന് പറയുന്നത് എന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. എത്ര വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് എത്ര വർഷത്തിലാണ്? 5 വർഷത്തിലൊരിക്കലാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. എത്ര വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നത്? 5 വർഷത്തിലൊരിക്കൽ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വന്തം ഭരണഘടനയുള്ള ഏക സംസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വന്തം ഭരണഘടനയുള്ള ഏക സംസ്ഥാനം എന്ന് പറയുന്നത് ഇതായിരുന്നു, ജമ്മു കാശ്മീർ ആയിരുന്നു. നിയമസഭ വിളിച്ചു ചേർക്കുന്ന ആരാണ്? ഗവർണറാണ് അല്ലേ. ഗവർണറാണ് നിയമസഭ വിളിച്ചു ചേർക്കുന്ന. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദ സിൻഹയാണ്. അദ്ദേഹമാണ് താൽക്കാലിക അധ്യക്ഷൻ. നമ്മൾ പറഞ്ഞാണ് ഒരു പ്രായം കൂടിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം എന്ന് പറയുന്നത് സച്ചിദാനന്ദ സിൻഹ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? സച്ചിദാനന്ദ സിൻഹ തന്നെയാണ്. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 17ാമത്തെ ഭരണഘടനാ വകുപ്പാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ എന്താ പറയുന്നത് പീഠിക തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനയുടെ ആമുഖം നമുക്കറിയാം ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആണല്ലോ. അപ്പോൾ ആമുഖം തയ്യാറാക്കിയത് ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള വ്യവസ്ഥ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നീക്കാനുള്ള വ്യവസ്ഥ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 61ലാണ് നീക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ യൂണിയനിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഇന്ത്യൻ യൂണിയനിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? മാഹിയാണ് ഇന്ത്യൻ യൂണിയനിലെ ഏറ്റവും ചെറിയ ജില്ല. ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം വിനിയോഗിക്കുന്ന ആരാണ്? കേന്ദ്രമന്ത്രിസഭയാണ് അല്ലേ. യഥാർത്ഥ നിർവഹണാധികാരം വിനിയോഗിക്കുന്ന ആരാണ്? കേന്ദ്രമന്ത്രിസഭയാണ്. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്? എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്? എത്ര വർഷം കൂടുമ്പോഴാണ്? 5 വർഷം. രാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ ഉപരാഷ്ട്രപതിക്ക് ആ പദവി എത്ര കാലം അലങ്കരിക്കാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. രാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ ഉപരാഷ്ട്രപതിക്ക് ആ പദവി എത്ര കാലമാണ് അലങ്കരിക്കാൻ പറ്റുക? 6 മാസം അല്ലേ. 6 മാസം. രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? എസ് വി കൃഷ്ണമൂർത്തിയാണ് രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഡൽഹിയാണ്. കേന്ദ്ര പൊതു ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഏതാണ്? ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസത്തിലാണ് കേന്ദ്ര പൊതു ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസത്തിലാണ്. ഇനി ഗവർണർ നിയമിക്കുന്ന ആരാണ്? പ്രസിഡന്റ് ആണ് അല്ലേ ഗവർണർ നിയമിക്കുന്നത്. സാധാരണയായി നിയമസഭയിൽ സഭാ നേതാവ് സ്ഥാനം വഹിക്കുന്നത് ആരാണ്? സഭാ നേതാവ് എന്ന് പറയുന്ന സ്ഥാനം വഹിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ് സാധാരണയായിട്ട് നിയമസഭയിൽ
സഭാ നേതാവ് സ്ഥാനം വഹിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി ആരാണ്? സംസ്ഥാന മുഖ്യമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി ഏതാണ്? നീലം സഞ്ജീവ് റെഡ്ഡി. നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ഈ 3 പദവികളും ഒരുമിച്ച് വഹിച്ച വ്യക്തി എന്ന് പറയുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ലോക്സഭയിൽ പരമാവധി എത്ര അംഗങ്ങളാകാം? കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്ര അംഗങ്ങളാകാം? 20 അംഗങ്ങളാകാം. ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്? എത്ര പ്രാവശ്യമാണ്? ഒരു പ്രാവശ്യം. 1976 42-ാം ഭേദഗതി പ്രകാരമാണ് ആമുഖം ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഒരു പ്രാവശ്യമാണ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്? എത്ര തരം പൗരത്വമാണ് വ്യവസ്ഥ ചെയ്യുന്നത്? ഒന്നാണ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ 1. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കുന്നത്? ഗവർണർ സംസ്ഥാന നിയമസഭാംഗങ്ങളെ നിയമിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? മുഖ്യമന്ത്രിയുടെ. ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക് ആയത് എന്നാണ്? ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക് ആയ ദിവസമാണ് ചോദിച്ചിരിക്കുന്നത് 1950 ജനുവരി 26. ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ്? ഏത് നേതാവിൻ്റെ പേരിലാണ് മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത്? ഏതാണ്? GB പന്ത് കേട്ടോ. GB പന്ത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭാംഗം എന്നിവരുടെ കാലാവധി എത്രയാണ്? 5 വർഷം അല്ലേ? 5 വർഷമാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭാംഗം എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതി ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? 3 പദവികൾ വഹിച്ച വ്യക്തിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി. അദ്ദേഹമാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതി. ഏതെങ്കിലും കക്ഷിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് ആരാണ്? ഏതെങ്കിലും കക്ഷിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കുന്നത് സ്പീക്കറാണ്. ഒന്നിലധികം ലോക്സഭാംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഒരു ബിൽ നിയമമാകുന്നതിന് മുമ്പ് അത് നിയമസഭയിൽ എത്ര പ്രാവശ്യം വായിക്കും? എത്ര പ്രാവശ്യമാണ് ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്? 3 പ്രാവശ്യമാണ്. വിദ്യാഭ്യാസ മൗലിക അവകാശമായി ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്ത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 86-ാമത്തെ ഭേദഗതിയിൽ 2002 86-ാം ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമായിട്ട് ഭേദഗതി ചെയ്തത്. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ്? ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ജനറൽ പർപ്പസ് കമ്മിറ്റി ആരെയാണ് ഉപദേശിക്കുന്നത്? ജനറൽ പർപ്പസ് കമ്മിറ്റി ആരെയാണ് ഉപദേശിക്കുന്നത്? സ്പീക്കറിനെ അല്ലേ? ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത ആരാണ്? അമ്മു സ്വാമിനാഥനാണ്. അമ്മു സ്വാമിനാഥനാണ് ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത. ക്യാബിനറ്റിൻ്റെ സുരക്ഷാ സമിതിയുടെ തലവൻ ആരാണ്? ക്യാബിനറ്റിൻ്റെ സുരക്ഷാ സമിതിയുടെ തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണല്ലേ. ക്യാബിനറ്റിൻ്റെ സുരക്ഷാ സമിതിയുടെ തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ രക്ഷാധികാരി. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ രക്ഷാധികാരി ആരാണ്? ജുഡീഷ്യറിയാണ്. മൗലികാവകാശങ്ങളുടെ രക്ഷാധികാരി ആരാണ്? ജുഡീഷ്യറിയാണ്. രാജ്യസഭയുടെ 1/3 അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ പറഞ്ഞില്ലേ? സ്ഥിരം കാലാവധി ഒന്നും ഇല്ല അംഗങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര വർഷം കൂടുമ്പോഴായിരിക്കും വിരമിക്കുന്നത്? 2 വർഷം കൂടുമ്പോഴാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ത്യൻ പൗരത്വം എത്ര രീതിയിലാണ് നഷ്ടപ്പെടുന്നത്? 3 രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത്. ഏതൊക്കെയായിരുന്നു? പരിത്യാഗം, നിർത്തലാക്കൽ, അവഹരണം എന്നീ വഴിയൊക്കെയാണ് അല്ലേ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്ധ്രയാണ്. ആന്ധ്രാപ്രദേശ് എന്ന് പറയില്ല, ആന്ധ്ര എന്ന് പറയുള്ളൂ കേട്ടോ. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്. 1953 ഒക്ടോബർ 1 പോറ്റി ശ്രീരാമലു നിരാഹാരം അനുസരിച്ചിട്ടൊക്കെയാണ് അങ്ങനെ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം രൂപം കൊണ്ടത് അല്ലേ. ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. രാഷ്ട്രപതിയുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ ഉപരാഷ്ട്രപതിയാണ്. 6 മാസമാണ്. നമുക്ക് തുടരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപരാഷ്ട്രപതിക്ക്. രാഷ്ട്രപതിയുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്ന ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയിൽ ഇപ്പോൾ എത്ര തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത്? 233
3 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത്. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭാ അംഗങ്ങളാണ്. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭാ അംഗങ്ങളാണ്. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നതോ? ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് നോക്കിയാൽ ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രപതി എന്ന് പറയുന്നത്. രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ലോകസഭയിലും നിയമസഭയിലും സംസ്ഥാന നിയമസഭയിലൊക്കെ എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണെന്ന് പറഞ്ഞു. എന്നാൽ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിലെ എല്ലാ അംഗങ്ങളും കൂടിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ളത് കർണാടക, ആന്ധ്രാപ്രദേശ്. എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോകസഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്? എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബില്ല് ലോകസഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്? എത്ര ദിവസം കൂടുമ്പോഴാണ്? എത്ര ദിവസത്തിനുള്ളിലാണ്? 14 ദിവസത്തിനുള്ളിൽ. എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്? രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്? 3. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 1976 42-ാം ഭേദഗതിയിലൂടെയാണെന്ന് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് അല്ലേ? അപ്പം 42-ാം ഭേദഗതിയിലൂടെയാണ്. ക്യാബിനറ്റ് സമ്മേളിക്കുമ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ് അധ്യക്ഷത വഹിക്കുന്നത് കേട്ടോ. സംസ്ഥാനത്ത് അറ്റോർണി ജനറലിന് സമാനമായ പദവി ഏതാണ്? സംസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ അറ്റോർണി ജനറലിന് തുല്യമായിട്ടുള്ള പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 356. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? KR നാരായണനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ്. അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയ വർഷം തൊട്ടുകൂടായ്മ അതെ, ആ ഒരു ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് 1955-ലാണ്. ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആരാണ്? നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. നിയമസഭാ സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാജി സമർപ്പിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. നികുതി ഷീറ്റ് ആവശ്യമായി വരുന്നിടങ്ങളിൽ ഹാജരാക്കുന്നത് ഏത് തരം നികുതി അടച്ചതിൻ്റെ രസീതാണ്? ഏത് തരം നികുതി അടച്ചതിൻ്റെ രസീതായിരുന്നു? ഭൂനികുതിയാണ് നമുക്ക് കൊണ്ടുപോകാറ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5 റിട്ടുകളാണുള്ളത്. ഭരണഘടനാ ഭേദഗതികളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ചിഹ്നം എന്തായിരുന്നു? 2 ഇലയായിരുന്നു കേട്ടോ. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ചിഹ്നം 2 ഇലയായിരുന്നു. ആരുടെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ആരുടെ ശുപാർശ പ്രകാരമാണ്? ക്യാബിനറ്റിന്റെ. ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് പ്രാതിനിധ്യമില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം. ഇന്ത്യൻ ഭരണഘടന എത്ര രീതിയിൽ ഭേദഗതി ചെയ്യാം? എത്ര രീതിയിലാണ് ഭേദഗതി ചെയ്യാനായിട്ട് പറ്റുന്നത്? 3 രീതിയിലാണ്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും കൂടി ചേർന്നിട്ടാണ്. ഇന്ത്യയിൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം എത്രയാണ്? 3840. രാഷ്ട്രപതി നിവാസ് എവിടെയാണ്? ഷിംലയിലാണ് രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഷിംലയിലാണ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സ്. ഏത് രാജ്യത്തിന്റെ ഭരണഘടനയാണ് മാതൃകാ ഭരണഘടനയെന്ന് വിശേഷിപ്പിക്കുന്നത്? ബ്രിട്ടന്റെ ഭരണഘടനയാണ് മാതൃകാ ഭരണഘടനയാണെന്ന് വിശേഷിക്കപ്പെടുന്നത്.
ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് സ്വന്തം ഭരണഘടനയുള്ളത്? ജമ്മു കാശ്മീരിനായിരുന്നു. രാജ്യസഭ നിലവിൽ വന്ന തീയതി 1952 ഏപ്രിൽ 3-നാണ് രാജ്യസഭ നിലവിൽ വന്നത്. 1952 ഏപ്രിൽ 3. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സിലെ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എത്രയായിരുന്നു? 389 അംഗങ്ങളായിരുന്നു അല്ലേ? 389 അംഗങ്ങളായിരുന്നു ഭരണഘടന വരുന്നതിന് മുമ്പ്. അതിനുശേഷം 299 ആണ്. എത്ര ഹൈക്കോടതികളാണ് ഇന്ത്യയിലുള്ളത്? 24 ഹൈക്കോടതികളാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് അല്ലേ? പഞ്ചാബ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന വകുപ്പായിരുന്നു 370 എന്ന് പറയുന്നത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നു. സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന ആരാണ്? സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ് കേട്ടോ. ഗവർണറാണ് സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? 12 അംഗങ്ങൾ കേട്ടോ. 12 അംഗങ്ങളെയാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാനായിട്ടുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാജ്യസഭയിലേക്ക് സാഹിത്യം, ശാസ്ത്രം, കല, അതുപോലെ എന്താണ് സാമൂഹിക പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന 80-ാം അനുച്ഛേദ പ്രകാരമാണ് എന്ത് പറയുന്നത്? ശാസ്ത്രം, കല, സാമൂഹിക പ്രവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ട് 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യാനായിട്ട് വരുന്ന ആർട്ടിക്കിൾ 80 അനുച്ഛേദ പ്രകാരമാണ്. മന്ത്രിമാർക്ക് വകുപ്പുകളുടെ ചുമതല വിഭജിച്ച് നൽകുവാൻ ഗവർണറെ ഉപദേശിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ് ഗവർണറെ ഉപദേശിക്കുന്നത്. മന്ത്രിമാർക്ക് വകുപ്പുകളുടെ ചുമതല വിഭജിച്ച് നൽകാൻ ഗവർണറെ ഉപദേശിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ മുതലായവരെ പറ്റി പ്രതിപാദിക്കുന്നത്? എത്രാമത്തെ പട്ടികയിലാണ്? 2-ാം പട്ടികയിലാണ് അല്ലേ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ അവരുടെ ശമ്പളവും അലവൻസ് ഒക്കെ പ്രതിപാദിക്കുന്ന 2-ാമത്തെ പട്ടികയിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ്. ഇന്ത്യൻ സംസ്ഥാനത്ത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് DMK എന്ന് പറയുന്നത്. ഇന്ത്യൻ സംസ്ഥാനത്ത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് DMK. ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? പ്രസിഡന്റ് ആണ്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 324. രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം പ്രസിഡന്റ് ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? വൈസ് പ്രസിഡന്റിനാണ് കേട്ടോ. രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് രാജിക്കത്ത് നൽകേണ്ടത് വൈസ് പ്രസിഡന്റിനാണ്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് എത്രയാണ്? 30 വയസ്സാണ്. ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണാനുച്ഛേദം ആർട്ടിക്കിൾ 63 ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 63. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം നൈനിറ്റാളാണ്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞു ഉത്തർപ്രദേശാണെന്നല്ലേ? ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു അംഗത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ടത് ആർക്കാണ്? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു അംഗത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സ്പീക്കർക്കാണ്. സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ആരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതോടെയാണ്? ഗവർണറുടെ അല്ലേ? സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ഗവർണറുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതോടെയാണ്. സംസ്ഥാനത്തെ പ്രഥമ പൗരൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? ഗവർണറാണ് സംസ്ഥാനത്തെ പ്രഥമ പൗരൻ. കേന്ദ്രമന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമുള്ളത് ആരോടാണ്? ലോക്സഭയ്ക്കാണ്.
ലോകസഭയോടാണ്. റൂൾസ് കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ ആരാണ്? റൂൾസ് കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. സംസ്ഥാനങ്ങളിൽ നിന്ന് ലോകസഭയിലേക്ക് പരമാവധി എത്ര അംഗങ്ങളാകാം? സംസ്ഥാനങ്ങളിൽ നിന്ന് ലോകസഭയിലേക്ക് പരമാവധി 530 അംഗങ്ങളാകാം. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം എന്നറിയപ്പെടുന്ന ഏതാണ്? ഭരണഘടനയാണ്. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് ഏതാണ്? ഭരണഘടനയാണ്. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? ആർക്കാണ്? ഗവർണർക്കാണ്. രാജിവെക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണ്. സംസ്ഥാനത്തിൻ്റെ നിർവഹണാധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഗവർണറിലാണ് അല്ലേ? സംസ്ഥാനത്തിൻ്റെ അധികാരം കൂടുതൽ നിക്ഷിപ്തമായിരിക്കുന്ന ഗവർണറിലാണ്. ലോകസഭയുടെ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്ന ആദ്യത്തെ ജഡ്ജിയാണ് വി രാമസ്വാമിയാണ് ലോകസഭയുടെ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്ന ആദ്യത്തെ ജഡ്ജി. ആരാണ്? വി രാമസ്വാമിയാണ്. സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? ഗവർണർ അല്ലേ? സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. കൂട്ടുത്തരവാദിത്യം എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ചത്? ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ് ഉത്തരവാദിത്യം എന്ന് പറയുന്ന കൂട്ടുത്തരവാദിത്യം എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ ആരാണ്? ഗവർണറാണ്. സംസ്ഥാന സർവകലാശാലകളുടെ ചാൻസലർ ആരാണ്? ഗവർണറാണ്. ജമ്മു കാശ്മീരിൻ്റെ ശീതകാല തലസ്ഥാനം ഏതാണ്? ജമ്മുവാണ്. ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ് ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത്? USA-യിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. പൊതുധനത്തിൻ്റെ കാവൽ നായ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയാണ് പൊതുധനത്തിൻ്റെ കാവൽ നായ എന്ന് വിശേഷിപ്പിക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG-നെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ? എല്ലാം നമുക്ക് നമ്മുടെ PSC എക്സാം എഴുതുന്നവർക്ക് അറിയാം. എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാതെ ഇതുപോലെയുള്ള ക്ലാസ്സുകളായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും വരാം. അതുപോലെ തന്നെ നമ്മൾ സിലബസ് വൈസ് ആയിട്ടും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വെച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ഓരോ ടോപ്പിക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.